സമസ്തയിൽ നിന്ന് പുറത്തു പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട്. എന്നാൽ അവർ MLA സ്ഥാനം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല. ബഹുമാനമുള്ള സദാത്തുക്കൾ, ഉലമാക്കൾ, മറ്റു പ്രവർത്തകർ, ഇൻഷാ അല്ലാഹ് സമസ്ത 100 പ്രകാശ വർഷങ്ങൾ സമസ്ത സെന്റിനറി കോൺഫറൻസ് 2027 ജനുവരി മാസം 28, 29, 30, 31 ഈ 4 ദിവസങ്ങളിലായി മലപ്പുറത്ത് വാദി ഹറമയിൽ വെച്ച് അത് നടക്കും ഇൻഷാ അല്ലാഹ്. അത് നിങ്ങളൊക്കെ ദുആ ചെയ്യുക. ബഹുമാനപ്പെട്ട തങ്ങളവർകളും മറ്റും സമസ്തയിൽ നിന്ന് പുറത്തു പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട്. എന്നാൽ അവർ MLA സ്ഥാനം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല. അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത്, മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അതെന്തായിരുന്നു അന്ന് അവിടെ ചർച്ച ചെയ്തത് എന്നോ എന്താണ് വിഷയമെന്നോ ഇപ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തു വരുന്നവർക്ക് അറിയുകയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ സൗഹാർദ്ദമായി ഇരുന്ന് ചർച്ച ചെയ്ത് 2 സമസ്ത ഇല്ലാതെ ഒരു സമസ്തയായി വരാൻ ഐക്യത്തിന് വേണ്ടി ചർച്ച ചെയ്യാനും ഇരിക്കാനും ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. അതിനിവിടുത്തെ ആലിമീങ്ങളും സയ്യിദന്മാരും മഹാന്മാരെല്ലാവരും ഒത്തൊരുമിച്ച് വരണം. അത് നിങ്ങളെല്ലാം തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുക. അല്ലാഹു തആല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിത്തരാൻ. നമുക്കിവിടെ ഭിന്നിപ്പ് പറഞ്ഞുകൊണ്ട് കക്ഷിത്വം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ല. നോക്കൂ, നിങ്ങളിപ്പോൾ പരിശുദ്ധ റമദാൻ അടുത്ത് വരികയാണ്. സക്കാത്ത് കമ്മിറ്റി രൂപീകരിച്ചു. എന്നിട്ട് ആ കമ്മിറ്റിക്ക് സക്കാത്ത് കൊടുക്കണം എന്ന പ്രഖ്യാപനം റമദാൻ കഴിഞ്ഞ്
കണക്ക് അവതരിപ്പിക്കുമ്പോൾ ചെലവ് കഴിച്ച് ബാക്കി എന്ന് കണക്ക് കാണിച്ച എത്രയോ കണക്കുകൾ ഇവിടെയുണ്ട്. അങ്ങനെ ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം സക്കാത്ത് പിരിച്ചെടുത്തിട്ട് അവർക്കിഷ്ടമുള്ളവരൊക്കെ ചെലവഴിച്ച് ചെലവ് കഴിച്ച് ബാക്കി എന്ന് പറയാനാണോ ഇസ്ലാം അനുവദിച്ചത്? ഇസ്ലാം സക്കാത്ത് അതിൻ്റെ അർഹരായ ആളുകൾക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അതേ സമയത്ത് അത് സ്വന്തം നഫ്സ് കൊണ്ട് കൊടുക്കലാണ് ഏറ്റവും നല്ലത് എന്നും, അഥവാ ഒരു വ്യക്തിയെ നിജപ്പെടുത്തി വക്കാലത്താക്കുന്നതിന് വിരോധമില്ല എന്നുമൊക്കെ ഫുഖഹാ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കഴിവുള്ള മുതലാളിമാരെ കണ്ടുമുട്ടി അവരുടെ സക്കാത്ത് പിരിച്ചെടുത്ത് എന്നിട്ട് അവരുടെ സംഘടനയിൽ ആവശ്യമായ എല്ലാ ചെലവുകളും ചെയ്ത് അവസാനം കണക്ക് അവതരിപ്പിക്കുമ്പോൾ ചെലവ് കഴിച്ച് ബാക്കി എന്ന് വായിച്ച റിപ്പോർട്ടുകൾ ആർക്ക് വേണമെങ്കിൽ ഞങ്ങൾ അവരുടെ റിപ്പോർട്ട് ഞങ്ങൾ നിങ്ങൾക്ക് രേഖയായി തരും. അങ്ങനെയല്ല വേണ്ടത്. അങ്ങനെ ചുരുക്കത്തിൽ മനുഷ്യൻ്റെ സക്കാത്തും സദഖയും നോമ്പും എല്ലാം നഷ്ടപ്പെടുത്തുന്നു. അതിന് പുറമെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തും വിദേഹത്തുകാരുമായുള്ള തർക്കം അഖീദയിലാണ്. അല്ലാഹു ആണ് അഖില ലോക ചരാചരങ്ങളെ മുഴുവനും സൃഷ്ടിച്ചവൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങളെ പ്രവർത്തനത്തെയും അല്ലാഹുവാണ് സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വമാ റമൈത ഇദ് റമൈത വലാകിന്ന അല്ലാഹ റമാ. ഓ ഹബീബായ നബിയെ, അവിടുന്ന് എറിഞ്ഞപ്പോൾ അല്ലാഹുവാണ് എറിഞ്ഞത്. അവിടുന്ന് എറിഞ്ഞപ്പോൾ അവിടുന്നല്ല എറിഞ്ഞത്, അല്ലാഹുവാണ്. എന്നാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹുവിൻ്റെ അപാരമായ കുദ്റത്ത് കൊണ്ട് അവിടുന്ന് വാരിയെറിഞ്ഞ മണ്ണ് ഉദ്ദേശിച്ച എല്ലാ സ്ഥലത്തും എത്തി. ഇതൊരു അമാനുഷിക ശക്തിയുള്ള ഏറായിരുന്നു എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈകൊണ്ട് വാരിയെറിഞ്ഞത് അള്ളാഹു വാരിയെറിഞ്ഞതാണ് എന്ന് നമ്മൾ അർത്ഥം പറയുകയില്ല. നാം അങ്ങനെ വിശ്വസിക്കുന്നുമില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കുന്നവനും പടക്കുന്നവനും കൊടുക്കുന്നവനും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അള്ളാഹുവിന് ഇൽമ് എന്ന ഒരു സിഫത്തുമുണ്ട്. അതേ സമയത്ത് ബസീർ സമീഅ് എന്ന സിഫത്തുകളും ഉണ്ട് എന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പറയുമ്പോൾ ഇവിടുത്തെ ബിദഈ പ്രസ്ഥാനക്കാർ ഒന്നുകൊണ്ട് തന്നെ മതിയല്ലോ, പിന്നെ മൂന്നെണ്ണത്തിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ഇല്ലെന്ന് പറയുന്നവരും അതേ പ്രകാരം അല്ലാഹു തആല ഒരു കസേരയിൽ ഇരിക്കുന്നവനാണ് എന്ന് പറയലും അങ്ങനെയുള്ള വിശ്വാസത്തിലേക്ക് നമുക്ക് പോകാൻ പാടില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എപ്പോഴും നമ്മുടെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് നമ്മുടെ എനിക്കണമെന്നില്ല, ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്താണെന്ന് ഈ ഒരു കൊല്ലം നമുക്ക് പല ക്ലാസ്സുകളും നേഴ്സുകളും ഉണ്ടാകും.
അതിലൊക്കെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സമ്മേളനം ഇൻഷാ അല്ലാഹ് 2007 ജനുവരി 28, 29, 30, 31 ഈ തീയതികളിൽ മലപ്പുറം ജില്ലയിലെ വാദി ഹറമയിൽ വെച്ച് നടക്കും. ഇനി അത് എവിടെയാണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് അല്പം കൂടി കഴിഞ്ഞിട്ട് പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തആല നമ്മളെ ഈ ഒരുമിച്ച് കൂടെ സ്വാലിഹായ അമലാക്കി തരുമാറാകട്ടെ. അർഹമുർ-റഹീമായ അള്ളാഹ്, സാധുക്കളായ ജനങ്ങൾ എൻ്റെ ദീനിന് വേണ്ടിയാണ്, ഉലമാവിനോടുള്ള മഹബത്തിന് വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. നീ അത് കബൂൽ ചെയ്യണേ അള്ളാഹ്. ഞങ്ങൾക്ക് ഈ രാജ്യത്തുള്ള എല്ലാ നല്ലവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോജിച്ച് പ്രവർത്തിക്കാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഞങ്ങൾ ആരെയും ദൂരത്താക്കുന്നവരോ പുറത്താക്കുന്നവരോ അകത്താക്കുന്നവരോ ഒന്നുമല്ല. ഞങ്ങളെല്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മുഴുവൻ ആളുകളും ഒന്നായി ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനുള്ള എളുപ്പ വഴികൾ നീ തുറന്നു തരണം റഹ്മാനെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകണം അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി. സിറാജ് ദിനപത്രത്തിന്റെ സമ്മേളന വിളംബര സ്പെഷ്യൽ ഉസ്താദ് പ്രകാശിപ്പിക്കുന്നു.